നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാസം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ 2 മാസത്തെ പെൻഷൻ 3200 രൂപ അവർക്ക് ലഭിക്കുന്നതാണ്. അതിനു മുമ്പായി എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ പെൻഷൻ തടഞ്ഞു വെച്ച ആളുകൾക്ക് ഇനി എന്താണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള മുതലായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, വീഡിയോ കാണുന്ന പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് മൂലം അവർക്ക് പുതിയ ഗവൺമെന്റ് അറിയിപ്പുകളും പുതിയ നിർദ്ദേശങ്ങളും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്രമാണ് ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. എല്ലാ വർഷവും അവർ പുനർവിവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. 60 വയസ്സ് തികയാത്ത എല്ലാ വനിതകളും വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകണം. അത് നൽകാനുള്ള സമയത്ത് അത് കറക്റ്റായി നൽകുക. അതുപോലെ തന്നെയാണ് എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളും നിർബന്ധമായും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തള്ളിയ പല ആളുകളുമുണ്ട്. അതിൽ പ്രധാനമാണ് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകൾ, വീട്ടിൽ AC മറ്റു സൗകര്യമുള്ള ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തള്ളിയ ആളുകളുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലും പെൻഷൻ കിട്ടാത്ത ആളുകൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തള്ളിയതെന്ന് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അന്വേഷിച്ച് കാരണം കണ്ടെത്തുക. അതിന് നമുക്ക് അപ്പീൽ നൽകാൻ സാധിക്കും. അതിന് പ്രത്യേക ഒരു അപ്പീൽ കമ്മിറ്റി തന്നെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഉണ്ട്. അവർ അത് പരിശോധിക്കുകയും അവർക്ക് തുടർന്നും പെൻഷൻ നൽകാൻ ആനുകൂല്യം അർഹനാണെങ്കിൽ അവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കുകയും ചെയ്യും. ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പെൻഷൻ വാങ്ങുന്ന ആളുകൾ യഥാസമയത്ത് തന്നെ, അവസാന നിമിഷത്തിൽ കാത്തു നിൽക്കാതെ യഥാസമയത്ത് തന്നെ അത് എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യുക. ഏതായാലും 2 മാസത്തെ പെൻഷൻ, നവംബർ ഡിസംബർ മാസത്തിലെ പെൻഷൻ ഡിസംബറോട് കൂടി തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.